ഹരി ശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. പിന്നെ നമുക്ക് ഇനിയും ആലപ്പുഴയിലെ വീടിനെ പറ്റിയിട്ട് സംസാരിക്കാം. അപ്പോ പഴയ വീട്ടില് പുതിയ വീട് വാങ്ങിച്ചു എന്ന് പറഞ്ഞായിരുന്നു നേരത്തെ. അപ്പോ ആ വീട് ഇപ്പോ ഉള്ള അതേ ശ്രീനിലയം വീടാണോ അതോ വേറെ വീടുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ ശ്രീനിലയം വീട് വന്നതാണോ? ആ വീടിന്റെ സ്റ്റോറി എന്തുവാ? ആ വീടിന്റെ സ്റ്റോറി എന്ന് പറയുന്നത്, ഞങ്ങളത് വാങ്ങിക്കുമ്പോൾ, ആ പുരയിടം വാങ്ങിക്കുമ്പോൾ അതിലൊരു വീടുണ്ടായിരുന്നു. തൽക്കാലം വാടക വീട്ടിൽ നിന്നല്ലേ വരുന്നേ. അപ്പൊ തൽക്കാലം ആ വാടക വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് തന്നെ മാറി, വാങ്ങിച്ച വീട്ടിലേക്ക്. അത് 1 വർഷത്തിനകം തന്നെ വാങ്ങിച്ചു. 59 ഡിസംബറിൽ കല്യാണം എന്നെങ്കിൽ 60 ഡിസംബറിൽ ആ വീട്ടിൽ താമസമായി. ഡിസംബർ തീരുന്നതിന് മുമ്പ് തന്നെ പാല് കാച്ചി അവിടെ. അപ്പൊ ഉണ്ടായിരുന്ന വീട് ഒന്ന് റിനോവേറ്റ് ചെയ്ത് പുതുക്കി മുറ്റത്തൊക്കെ ചരലും ഒക്കെ ഇട്ട് വൃത്തിയാക്കി അതിൽ താമസിക്കുകയായിരുന്നു. ഒരുപാട് റൂംസ് ഒന്നും ഇല്ലായിരുന്നു, ഞങ്ങൾ 2 പേരും മാത്രമല്ലേ ഉള്ളൂ. അതിന് ഒരു സെർവൻറ്റും കാണും, പിന്നെ ഇടയ്ക്കിടയ്ക്ക് മുത്തശ്ശിയും വന്ന് നിൽക്കും, അത്രേ ഉള്ളൂ. അതെനിക്ക് എന്തെങ്കിലും വയ്യാതൊക്കെ വരികയാണ് സഹായിക്കാൻ വരുന്നത്. വീട് അത് കഴിഞ്ഞിട്ട് കുട്ടികളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ കുറച്ചുകൂടി സൗകര്യം വേണം, അവരെ നോക്കാനുള്ള ആളെ നിർത്തണം, ജോലിക്കാരി, അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്തു. പക്ഷെ വീട് അത് തന്നെ, ശ്രീനിലയം നന്നേ നമ്മൾ പേരിട്ടതാണ് ആ വീടിന്. അതിനു മുമ്പ് അതിന് വേറെന്തോ ആയിരുന്നു പേര്, ആലപ്പാട് കിഴക്കേതെന്നും ഒക്കെ ആയിരുന്നു. അപ്പൊ നമ്മൾ താമസിച്ചപ്പം അപ്പൂപ്പന്റെ പേര് ശ്രീധര പണിക്കർ എന്നല്ലേ, അത് വെച്ചിട്ട് ശ്രീനിലയം എന്ന് ഞങ്ങൾ പേരിട്ടു. ആ ശ്രീനിലയത്തിൽ തന്നെയാണ് താമസം തുടങ്ങിയത്. അവിടുന്ന് ഞങ്ങള് കുറച്ചുകൂടി റൂമൊക്കെ എക്സ്റ്റെൻഡ് ചെയ്തു. ഒറിജിനൽ വീടിന്റെ എന്തൊക്കെ റൂമായിരുന്നു ഉള്ളത്? ഒറിജിനൽ റൂമിന് നടുക്ക് 2 റൂം, 2 മുറികൾ നടുക്ക്. അന്നത്തെ ഒരു പണ്ട് കാലത്തെ ആളുകൾ പെട്ടെന്നുണ്ടാക്കുന്ന ഒരു വീടിന്റെ ഫാഷനാണ്. നടുക്ക് 2 മുറി, അതിന്റെ മുൻവശത്ത് ഒരു അരപ്രേസ് ആയിട്ടുള്ളൊരു വരാന്ത. അത് ക്ലോസ്ഡ് അല്ല, അതൊരു ഓപ്പൺ വരാന്ത, ഇങ്ങനെ അരമതിലൊക്കെ കെട്ടിയിട്ട്. മിക്കവാറും ചില വീടുകൾ ഇപ്പോഴും കാണുന്നുണ്ട് അതൊക്കെ. ആ 2 മുറിയിൽ നിന്ന് പുറകിലോട്ട് ഒരു ചെറിയ ഇതുപോലെ തന്നെ അടച്ച് ഉള്ളത് തന്നെ ഉള്ളൊരു മുറി. അതിൻ്റെ ഒരു സൈഡില് കിച്ചൺ. ഈ 2 മുറിയുടെയും എതിർ സൈഡിലുള്ള സൈഡിൽ ഒരു വേറൊരു കൊച്ചു മുറിയുണ്ട്. അതിൽ ആരെങ്കിലും ഗസ്റ്റ് വന്നാൽ അത് കട്ടിലും മേശയും ഒക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ആ ഗസ്റ്റ് അല്ലാതെ തന്നെ നമ്മുടെ രാധമാമൻ അവിടെ താമസിച്ചുകൊണ്ടാണ് പഠിക്കാൻ പോയിക്കൊണ്ടിരുന്നത്. ആലപ്പുഴയിൽ അവൻ വന്ന് പഠിച്ചായിരുന്നു, എന്താ എന്ന് പറയുന്നത്, സിവിൽ എഞ്ചിനീയറിങ്. സിവിൽ എഞ്ചിനീയറിങ്, ഇലക്ട്രിക് എഞ്ചിനീയറിങ് എന്നൊക്കെ പറഞ്ഞ ITI കോഴ്സുകളുണ്ട്. അവിടെ പോയി പഠിക്കുമ്പോൾ അമ്പലപ്പുഴയിൽ നിന്ന് പോയി വരാനുള്ള അസൗകര്യം കൊണ്ട് നമ്മുടെ വീട്ടിൽ താമസിച്ച് അവൻ പഠിക്കാൻ പോയിക്കൊണ്ടിരുന്നു. പിന്നെ അപ്പൂപ്പന്റെ അനിയനൊരു കൊച്ചപ്പൂപ്പൻ ഉണ്ടായിരുന്നു, ബാലൻ കൊച്ചച്ഛൻ. ആ ലേഖച്ചിട്ടയുടെ ഒക്കെ അച്ഛൻ. അങ്ങനെ അവിടെ ആലപ്പുഴയിലെ ഇലക്ട്രിസിറ്റി ബോർഡിലെ ജോലിയായിട്ട് അവിടെ വന്നു. അങ്ങേരും രാധമാമനും കൂടി ആ മുറി താമസിക്കും. ഇവിടെ നമ്മുടെ വീട്ടിലെ താമസിക്കുന്നത്. ജോലിയായിട്ട് പോകുമ്പോൾ എന്നും വരണ്ടല്ലോ തന്നെ നോക്കത്ത് നിന്ന്, അതിനവിടെ വന്ന് താമസിക്കുകയായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു മുറി, കിച്ചൺ, ഇത്രയായിരുന്നു അന്ന് ഞങ്ങൾ ആദ്യം താമസിക്കുമ്പോൾ ഉള്ള വീട്. പിന്നെ കിടന്ന റൂമൊക്കെ പുതിയ റൂമാണോ? അത് കഴിഞ്ഞിട്ടാണ്, അതൊരു 3-4 കൊല്ലം കഴിയുന്നതിന് മുമ്പ് അതൊക്കെ എക്സ്റ്റെൻഡ് ചെയ്തു. ഫ്രണ്ടിലെ ഓപ്പൺ വരാന്തയൊക്കെ അത് ക്ലോസ്ഡ് ആക്കിയിട്ട് പൂജമുറിയും അപ്പൂപ്പൻ കിടന്നിരുന്ന മുറിയും കൂടി ഉണ്ടാക്കി. ഇപ്പൊ ഫ്രണ്ടിൽ തന്നെ വിസ്താരമായിട്ട് 3 മുറികളായില്ലേ. അത്രയും തന്നെ പുറകിലും എടുത്തു. പിന്നെ ഇവർ താമസിച്ചിരുന്ന മുറികളും ഒക്കെ ഇതിനോടൊക്കെ ചേർത്തപ്പോഴത്തേക്കും നല്ല ബെഡ്റൂം തന്നെ, 1, 2, 3, 4 ബെഡ്റൂമാണ്. അതിൽ 2 കൊച്ചു ബെഡ്റൂം ഇവർക്ക് കുട്ടികൾക്ക് പിന്നെ സ്റ്റഡി റൂമായി. ഗീതയ്ക്കും അനിക്കും അവരുടെ ഓരോരുത്തരുടെ സ്റ്റഡി റൂമായിരുന്നു ഇന്നത്. പുറവശത്ത് പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ടാക്കി. വേറെ പുറകിൽ എന്താ മക്കളെന്ന് പറയുന്നത്, മുറ്റത്ത് വേറെ ഉണ്ടായിരുന്നു ബാത്റൂമും ടോയ്ലറ്റ് വെച്ച ക്ലോസറ്റും ഒക്കെ ഉണ്ടായിരുന്നു. ഇത് ഇങ്ങോട്ട് നീട്ടി അതങ്ങനെ ഇതിനകത്തൊക്കെ ചേർത്ത്.
അപ്പം കോമൺ ആയിട്ട് അത് ഇങ്ങോട്ട് കിട്ടി. പിന്നെ അപ്പൂപ്പൻ കിടന്നിരുന്ന മുറിക്ക് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ടാക്കി. അങ്ങനെ എല്ലാം വലുതാക്കി. കിച്ചനും ഒക്കെ ഒരുപാട് സൗകര്യത്തിലാക്കി. അവിടെ ഒരു സ്റ്റോർ മുറി ഉണ്ടാക്കി, പൂജമുറി ഉണ്ടാക്കി. മൊത്തം അവിടെ എല്ലാം കൂടി ഒരു 11 മുറി ആയി. അത് പിന്നെ അത് നിനക്ക് ഓർമ്മയുള്ള വീടാ. ആ വീട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഓർമ്മയാ. അതിപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കുന്നു. അവിടെ ബെഡ്റൂമില് രാത്രി കിടക്കുമ്പോ കറണ്ട് കട്ട് വന്നിട്ട് ഇടിയും മഴയൊക്കെ വരുമ്പോ ഇങ്ങനെ എല്ലാരും നടുക്കത്തെ അങ്ങനെ മുറി, ബെഡിലൊക്കെ നടുക്കത്തെ ആ മുറി പോയിരിക്കായിരുന്നു. 4 വശം മുറിയല്ലേ. നടുക്ക ടിവിയും വെച്ചിട്ടുണ്ട് അതിനകത്ത്. ആ വീട് ഇപ്പൊ അതുപോലെ തന്നെ ഇപ്പം നമ്മള് ഇടയ്ക്കിടയ്ക്ക് മെയിൻ്റനൻസ് ഒക്കെ നടത്തുമെന്നേ ഉള്ളൂ. വലിയ കുഴപ്പമില്ലാതെ നിൽപ്പുണ്ട് ആ വീട്. ഇനി ഞാൻ പറഞ്ഞു ഇനി അതിന് മെയിൻ്റനൻസ് ഒന്നും നടത്തത്തില്ല, അതിനെ പൊളിച്ച് പുതിയ ഒരു വീട് വെക്കണം എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുക. അവര് കഴിഞ്ഞിട്ടുണ്ടാക്കിയതാണ് നമ്മൾ ഫ്രണ്ടിലെ വീട്. അല്ല, അത് കഴിഞ്ഞ് നമ്മൾ ഉണ്ടാക്കിയത് ഏതാണെന്നറിയാമോ? ആനന്ദ് നിവാസ്. അപ്പൊ ആ സമയത്ത് അതെല്ലാം ഒരു കമ്പൗണ്ടിലാണ്, അതില് ബൗണ്ടറി വാളൊന്നും ഇല്ലായിരുന്നു? ഇല്ലായിരുന്നു. ബൗണ്ടറി വെച്ചാൽ ചെറിയൊരു മതിലിങ്ങനെ ബൗണ്ടറി കാണിക്കാൻ വേണ്ടി മാത്രം. അത് ഈ മറ്റേ എന്താ പറയുന്നേ, കമ്പൊക്കെ വെച്ചിട്ട് വേലി. വേലി. അത് വേലിയേ ഉള്ളായിരുന്നു. അത് തമ്മിൽ ഉള്ള വേർതിരിവ് എന്താ തിരിച്ച് അത് ഏതൊരു വീടിനും ബൗണ്ടറി കാണിച്ചില്ലെങ്കിൽ അത് വാസ്തുദോഷം ഉണ്ടാകും. ആ വീടിനും പറ്റിയ ഒരു കോമ്പൗണ്ട് വേണം കാണിക്കാൻ. അപ്പൊ ആനന്ദ് നിവാസ് വെച്ചപ്പോൾ അതിന്റെ ചുറ്റുപാടുമായിട്ട് റോഡിലേക്കുള്ള ഭാഗമൊക്കെ മതിലും കെട്ടി, ഉള്ളത് മാത്രം വേലിയും കെട്ടി. അതിന് കെട്ടിയതാ വേലി, അങ്ങനെ വാസ്തുദോഷം വരാതിരിക്കാൻ വേണ്ടി. അല്ലെങ്കിൽ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കിടക്കുന്നിടത്ത് തന്നെ 2 വീടായിട്ട് നിന്നേനെ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഫ്രണ്ടിലെ ഒരു അപ്സ്റ്റെയർ ബിൽഡിംഗ് ഉണ്ടാക്കിയത്, ശ്രീരമണിയം. അത് തന്നെ. അപ്പൊ ആദ്യം താമസിക്കാൻ വന്നപ്പോ നെയ്ബേഴ്സ് ആരൊക്കെയായിരുന്നു? ഇപ്പൊ ഉള്ള അതേ ഫാമിലീസ് ആയിരുന്നു അതോ? അതിന്റെ ചുറ്റുപാടുമുള്ള ആൾക്കാരൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. എന്നെ കൊണ്ട് മോള് തന്നെ ഒന്ന് വിഷമിക്കണ്ട, ഞങ്ങളെല്ലാം ചുറ്റുപാടും ഉണ്ടല്ലോ എന്ന് പറയും. നല്ല ആൾക്കാരായിരുന്നു. ഇപ്പൊ അവിടെ ഒന്നും ആരും ഇല്ല, അവരാരും എല്ലാരും ഓർമ്മകളായിട്ട് മാറിയിട്ടുണ്ട് അതെല്ലാം. ഈ കുട്ടികൾ മുറ്റത്തൊക്കെ കളിക്കാൻ അടുത്ത വീട്ടിലൊക്കെ വരുമ്പോഴത്തേക്ക് എന്നെയും വന്ന് വിളിക്കും കളിക്കാൻ. കുട്ടികളുടെ കൂടെ ഇരുന്ന് കളിക്കണം. അപ്പൊ അതിനൊക്കെ ഞാനും കൂടും, വേറെ ആരും ഇല്ലല്ലോ അവിടെ. അപ്പൊ അവരൊക്കെ എപ്പോഴും പറയും എന്നെ ടീച്ചറൊന്നും വിളിക്കത്തില്ല, വീട്ടിൽ വന്നു കഴിയുമ്പോൾ ചേച്ചിയാ. അപ്പൊ പറയും ചേച്ചി നമുക്ക് കളിക്കാം എന്ന് പറഞ്ഞ് വിളിക്കുക. ഇപ്പോഴും അതിൽ ഉള്ളവരൊക്കെ പറയും നമ്മളെ പണ്ട് കക്ക കളിക്കത്തില്ലായിരുന്നു, നമ്മള് ഇതൊക്കെ ഇട്ട് കളിക്കത്തില്ലായിരുന്നു എന്നൊക്കെ ഇപ്പോഴും കാണുമ്പോൾ ചോദിക്കും കുറെ പേരൊക്കെ. അങ്ങനെ അവിടെ ജീവിതം ആരംഭിച്ചു. അന്നത്തെ നെയ്ബേഴ്സ് ആരും തന്നെ ഇപ്പൊ അവിടെ ഇല്ല. അന്ന് ആലപ്പാടെന്ന് പറഞ്ഞൊരു പ്രസിദ്ധമായ ഒരു വീട്, ആലപ്പാട്ട് ഭവനം, അത് പണ്ട് പുരാതന കാലം തൊട്ടേ ഉള്ള ഒരു കുടുംബ വീടാണ്. ആ വീട്ടിലെ ആ ചുറ്റുപാടുള്ള എല്ലാ ആലപ്പാട് ഭവനത്തിലെ ശാഖകൾ മാറി മാറി താമസിക്കുന്നവരായിരുന്നു. വീടിനൊരു ഉപഗ്രഹം വേണമെന്ന് പറയുന്ന പോലുള്ളൊരു വീടാണ് നേരെ ഇപ്പൊ സായുജ്യമായിട്ടിരിക്കുന്നത്, നമ്മുടെ നേരെ പടിഞ്ഞാറ് വശത്തെ നമ്മുടെ ബൗണ്ടറി. അതും ഇവരുടെ തന്നെയുള്ളൊരു ഉപഗ്രഹമായിട്ട് അവർ വാടകയ്ക്ക് കൊടുത്തോണ്ടിരുന്നത്. ആരും തന്നെ ഇല്ല മക്കളെ, എല്ലാരും പോയി. ആലപ്പാട്ട് ഭവനം എന്ന് പറയുന്നത് എൻ്റെ സ്വന്തം വീട് പോലെ ആയിരുന്നു എനിക്ക്. അവരൊക്കെ അത്ര സ്നേഹമായിട്ട് ഏത് കാര്യത്തിനും ഓടി വരും. പിള്ളേർ, എനിക്ക് കുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ആ കുട്ടികളെ എടുത്തോണ്ട് പോകുന്നതൊക്കെ അവരാ. ഇവരൊക്കെ അവിടെയൊക്കെയാണ് ഓടി നടന്ന് കളിച്ച് ജീവിച്ചിരുന്നത്. അതില് നേരെ പടിഞ്ഞാറ് ആലപ്പാട്ട് ഭവനത്തിലെ അവരെല്ലാരും ഉണ്ട്. ഇപ്പം അച്ഛനും അമ്മയൊക്കെ മരിച്ചുപോയി. അവരുടെ മക്കളില് മൂത്തയാള് ബാബു, ശ്രീകുമാർ എന്നാൻ്റെ പേര്. ബാബു ഇപ്പൊ ഡൽഹിയിലുണ്ട് മക്കളുടെ കൂടെ. ബാബുവിൻ്റെ ഇളയത് മോഹനം, അത് ഇപ്പൊ ആലപ്പുഴ തന്നെ വേറെ സ്ഥലത്ത് വീട് വെച്ച് താമസിക്കുന്നു. അതിൻ്റെ ഇളയാളാണ് ശശി, എറണാകുളത്ത് താമസിക്കുന്നു. ശശിയുടെ ഇളയത് ഇന്ദിര, ബോംബെ താമസിക്കുന്നു. ഇന്ദിരയുടെ ഇളയത് സരള ചെന്നൈയിലുണ്ട്. അതിൻ്റെ ഇളയതാണ് ജയൻ. ജയനെയൊക്കെ നിനക്ക് ഓർമ്മയുണ്ടല്ലോ?
ആ ഹാ ഹാ ജയൻ ഇപ്പം എറണാകുളത്തുണ്ട്. എല്ലാവരും ഉദ്യോഗത്തിൽ നിന്നൊക്കെ വിരമിച്ച് എല്ലാവരും സ്വസ്ഥം ആയിട്ട് ജീവിക്കുക. എല്ലാവരും വീട്ടില് മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് അവരെയൊക്കെ സഹായിച്ച്. ആലപ്പാട്ട് ആരും ഇല്ല അവിടുത്തെ പെട്ട് എല്ലാം വീടൊക്കെ ചുമ്മാ പൂട്ടിയിട്ടിരിക്കുന്നു. അതാണ് ഒരു നെയ്ബർ. പിന്നെ ലല്ലമ്മയൊന്നും അന്ന് സ്ഥലം വാങ്ങിച്ചിട്ടില്ല, വീട് വെച്ചിട്ടുമില്ല. നമ്മുടെ റോഡിന്റെ ഓപ്പോസിറ്റ് സൈഡ് കുറച്ച് സ്ഥലം വാങ്ങിച്ചിട്ട് ഒരു വീട് വെച്ചത്. ഈ ലല്ലമ്മയുടെ നമ്പിസാറില്ലേ, നമ്പിസാറും ഞാനും തിരുവമ്പാട് സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചതാണ്. ഞങ്ങൾ ക്ലാസ്മേറ്റ്സ് ആണ്. എനിക്ക് ജോലി കിട്ടിക്കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് മാത്സ് ടീച്ചറായിട്ട് സ്കൂളിൽ ജോലി കിട്ടിയത്. അപ്പം ഞങ്ങൾ ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഇപ്പോൾ സ്കൂളിൽ ഒരുമിച്ച് വർക്ക് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ നെയ്വേഴ്സായി. നിന്റെ അമ്മയൊക്കെ എടുത്തോണ്ട് ഇങ്ങനെ പോകുമായിരുന്നു, ഇങ്ങനെ ബാഗിനകത്തൊക്കെ അവളെ ഇരുത്തിയിട്ട് ബാഗ് അങ്ങനെ നല്ല രസമായിരുന്നു സാറിൻ്റെ കാര്യം. അത് കഴിഞ്ഞിട്ടാണ് സാറ് ലല്ലമ്മയെ കല്യാണം കഴിച്ച് നമ്മുടെ അവിടെ വീട് വെച്ച് താമസമൊക്കെ ആയി. അങ്ങനെ അവർക്ക് 2 കുട്ടികൾ, സേനിച്ചേട്ടനും ശ്രീകുട്ടി ചേച്ചി. പിന്നെയുള്ള നെയ്ബർ എല്ലാം റോഡിന്റെ ഓപ്പോസിറ്റ് സൈഡിലൊക്കെ ആയിരുന്നു. പിന്നെ മറ്റേ വടക്കേതില് അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് വടക്കേതിലെ മോനാനി മാമന്റെ അച്ഛന് ആ സ്ഥലം വാങ്ങിച്ച് കെട്ടിടം വെച്ചത്. അവര് നല്ല നെയ്ബറായിട്ട് വളരെ എല്ലാവരും വളരെ ലവബിൾ ആയിരുന്നു. എല്ലാവരും സ്നേഹം ഉള്ളവർ. ഇപ്പോഴത്തെ ഓരോരുത്തരുടെ വഴക്കുകളൊക്കെ കാണുമ്പോൾ അന്നൊക്കെ ആർക്കും വഴക്കിടാൻ അറിഞ്ഞുകൂടായിരുന്നു. എല്ലാവരും ഒരാളെ എപ്പോഴും സഹായിക്കാൻ തയ്യാറുള്ള മനസ്സും ഒക്കെ ആയിട്ട്. അതിൻ്റെ കുറച്ചുകൂടി പോകുമ്പോഴാണ് നമ്മുടെ പനവേലിയും ഇന്ദിരാമൂമ്മയും മക്കളും പിന്നെ ശോഭാക്കയും എല്ലാവരും ഈ പറഞ്ഞ ആ വഴിയെ വരുമ്പോഴേ എന്നെ റോഡിൽ നിന്നേ വിളിക്കും സ്കൂളിൽ പോകാനായിട്ട്. അക്കമ്മയും എല്ലാവരും. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് കുട്ടികൾ സ്കൂളിൽ പോകുന്ന പോലെ ഞങ്ങൾ വർത്തമാനം പറഞ്ഞ് ടീച്ചേഴ്സ് എല്ലാം കൂടി പോകണം. ടീച്ചേഴ്സ് കോളനി പോലായിരുന്നു നമ്മുടെ ആ റോഡിലേക്ക് വരുമ്പോൾ. എല്ലാ വീട്ടിലും ടീച്ചർമാരുണ്ട്. ഒരു ടീച്ചേഴ്സ് കോളനി ആയിരുന്നു നമ്മുടെ സ്ഥലം. അപ്പൊ റോഡ് ഇപ്പൊ ഉള്ള അതേ റോഡായിരുന്നു അതോ വേറെ ഇടവഴികളൊക്കെ? റോഡ് അത് തന്നെ ഇപ്പോൾ ഉള്ള ഇതൊക്കെ തന്നെ. പക്ഷെ അന്ന് റോഡിന് ഇത്രയും ഹൈറ്റ് ഇല്ലായിരുന്നു. അപ്പൊ എന്താ താഴോട്ടാ, നമ്മള് ഗേറ്റിൽ നിന്ന് ഇറങ്ങുന്നത് താഴോട്ടാ. അപ്പൊ മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ സ്വല്പം തുണിയൊക്കെ പൊക്കി പിടിച്ച് നീന്തേണ്ടി വരും. പിന്നെ ഞങ്ങളിങ്ങനെ കൈ സാരിയൊക്കെ പൊക്കി പിടിച്ച് നീന്തി സ്കൂളിൽ ചെല്ലുമ്പോഴും കൈ ഇങ്ങനെ തന്നെ നിൽക്കും. ശീലം. അതിപ്പം തിരിഞ്ഞു. ഇപ്പൊ റോഡ് പൊങ്ങി. ആ റോഡിൽ വരുന്ന വെള്ളം കൂടി ഇപ്പം നമ്മുടെയൊക്കെ വീടുകളുടെ മുറ്റത്തേക്കായി. പിന്നെ ആ വീടിനെ പറ്റി വേറെ എന്തെങ്കിലും ഓർമ്മകളുണ്ടോ ആ ഒരു സമയത്ത് വെച്ചിട്ട്? ആ ഒരു സമയത്ത് വെച്ചിട്ട് കൂടുതൽ ഇതേ ഉള്ളൂ. എല്ലാവരും പരസ്പരം സഹായിക്കാൻ സന്നദ്ധരാണ്. ഏതെങ്കിലും ഒരു വീട്ടിൽ വിഷമം വന്നാൽ ആളുകൾ എല്ലാവരും അവിടെ വരും. ഏതെങ്കിലും ഒരു വീട്ടിൽ സന്തോഷം വന്നാൽ ആ സന്തോഷത്തിൽ പങ്കുചേരാൻ അത്രയും വീട്ടുകാർ ഒരുമിച്ച് അവിടെ കൂടി. ഒരു കുഞ്ഞിൻ്റെ നൂലുകെട്ടോ പിറന്നാളോ ഒക്കെ ഉണ്ടെങ്കിൽ ആളുകൾ എണ്ണം കുറവാണല്ലോ, വീട്ടിൻ്റെ എണ്ണവും കുറവ്, വീട്ടിലുള്ള ആളുകളുടെ എണ്ണവും അത്രയ്ക്കല്ലേ ഉള്ളൂ. അപ്പം എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ടുള്ള ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു, ഒരുമയുണ്ടായിരുന്ന ഒരു ജീവിതമായിരുന്നു കാലത്തൊക്കെ. ഇന്നതില്ല. ഒരു കമ്പാരിസൺ പറഞ്ഞേ പറ്റൂ. എൻ്റെ കൂടെ പഠിച്ച ക്ലാസ്മേറ്റ്സ് ആയിട്ട് ഞാന്, നമ്പി സാറ്, ഒരു ബാലകൃഷ്ണക്കുറുപ്പ്, ശാന്തകുമാരി, ഒരാൾ 5 പേര് ഈ സ്കൂൾ ടീച്ചറായിട്ടും ഉണ്ടായിരുന്നു. 5 6 പേരുണ്ടായിരുന്നു എൻ്റെ ക്ലാസ്സിൽ, ഒരേ ഡിവിഷനിൽ പഠിച്ചവര്, തിരുവമ്പാടി സ്കൂളിൽ തന്നെ. അതൊക്കെ നല്ലൊരു ഓർമ്മകളാണ് അതൊക്കെ. അന്ന് 35% 50% എന്നൊക്കെ പറഞ്ഞാൽ നല്ല റിസൾട്ടാണ്. അപ്പൊ 67% ആയിരുന്നു ഞങ്ങളുടെ ബാച്ച് വിജയശതമാനം. അപ്പോൾ നല്ല റിസൾട്ട്. അത് കഴിഞ്ഞിട്ട് ഇത്രയും കിട്ടിയിട്ടില്ല. അതൊക്കെയാണ് അന്നത്തെ കാര്യങ്ങൾ. പിന്നെ ഓർമ്മ വരണം വല്ലതും ഒക്കെ.